എല്ലാവർക്കും നമസ്കാരം. ആദിദേവിക് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഒരു സിവിൽ സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യണത്. എന്താണെന്ന് വെച്ചാൽ ഓവർഹെഡ് ടാങ്ക് മൈൽഡ് സ്റ്റീലിൻ്റെ MS-ൻ്റെ ഒരു ടാങ്ക് നമ്മൾ പണിയണത് നമ്മളൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം തൊട്ട് ഫുൾ സെക്ഷനും 6mm ഷീറ്റുകളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ഒരു 3 മീറ്റർ സ്ക്വയർ ഒരു ഏരിയയിൽ 4 കോളം ഫൂട്ടിങ് ചെയ്തിട്ടാണ് കേട്ടോ. ആ കോളം ഫൂട്ടിങ്ങിൻ്റെ മുകളിൽ നമ്മൾ IS സെക്ഷൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ടാങ്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ കോളത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 45x60 ആയിരുന്നു. അപ്പോൾ ആ കോളം നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കുഴിയെടുത്ത് നമ്മൾ ബോക്സൊക്കെ എല്ലാം പണിത് ഫൂട്ടിങ്ങിനുള്ള എല്ലാം കോൺക്രീറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളായിരുന്നു. എൻ്റെ ഇടയിലൊരു മഴ പെയ്തു. അപ്പോൾ അതിൽ ചളി ഇറങ്ങിയതാണ് നമ്മൾ ഈ നമ്മുടെ ഫൂട്ടിങ്ങിൻ്റെ സൈസ് 140 x 60 ആയിരുന്നു കേട്ടോ. അപ്പോൾ 60 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ആദ്യം ഫൂട്ടിങ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫൂട്ടിങ്ങൊക്കെ കോൺക്രീറ്റ് ചെയ്ത് പിന്നെ നമ്മൾ അതിന് ചേർത്ത് ഒരു ഗ്രേഡ് ബീം വാർത്തു. അതിൻ്റെ മുകളിലേക്ക് ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലേക്ക് 1 മീറ്റർ കോളം വെച്ച് അതിൻ്റെ മുകളിലേക്ക് ആണ് നമ്മുടെ സ്ട്രക്ചർ വർക്ക് വരിക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഗ്രേഡ് ബീമിൻ്റെ കമ്പിപ്പണി നടക്കണം. ഇപ്പോൾ ഗ്രേഡ് ബീമായി അതിനുവേണ്ടി നമ്മൾ 1 മീറ്റർ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളവിടെ കോളം, ഈ കോളത്തിൻ്റെ ഉള്ളിൽ ഒരു കോളത്തിൻ്റെ ഉള്ളിൽ 8 ആങ്കർ ബോൾട്ട് 16mm ഡയ ഉള്ളത് 75 സെൻറ്റിമീറ്റർ നീളമുള്ള 8 ആങ്കർ ബോൾട്ട് ഒരു പില്ലറിൻ്റെ ഉള്ളിൽ വയ്ക്കും. ആ പില്ലറ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെ ഈ പില്ലറിൻ്റെ മുകളിൽ ഈ ആങ്കർ ബോൾട്ടിൻ്റെ ത്രെഡ് നമുക്ക് മുകളിലേക്ക് നിൽക്കുന്നുണ്ടാവും 8 മുകളിൽ. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ സെക്ഷൻ വെക്കുന്നതിൻ്റെ ബേസ് പ്ലേറ്റ് വരിക. അപ്പോൾ നമ്മൾ അതൊക്കെ തേച്ച് വൃത്തിയാക്കി ഇനി നമ്മൾ അടുത്തത് സെക്ഷൻ്റെ വർക്കുകൾ വരിക. ഇതിൻ്റെ വെർട്ടിക്കലായിട്ട് വെക്കുന്നതിൻ്റെ സെക്ഷൻ വരുന്നത് ISMB 300 300mm ആണ്. അങ്ങനെ പല സെക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പണികൾ നമ്മളൊന്ന് കണ്ടു നോക്കാം. ഇതൊക്കെ ഉണ്ടോ, ഇതുപോലെ നമ്മൾ എല്ലാ സെക്ഷൻ്റെ മുകളിൽ ഹോളടിച്ച് ആ ഹോളിൻ്റെ മുകളിൽ നമ്മൾ ബേസ് പ്ലേറ്റുകൾ നമ്മൾ വെച്ച് അത് തമ്മിൽ ബോൾട്ട് വെച്ച് മറ്റേ ജോയിൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് 4 സെക്ഷൻ്റെ വെർട്ടിക്കൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ടാങ്കിൻ്റെ മൊത്തം ഹൈറ്റ് വരുന്നത് 10.5 മീറ്റർ ഹൈറ്റാണ്. 10.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററിൻ്റെ മുകളിൽ ഹോളം നമ്മൾ 1 മീറ്റർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഓരോ ലെവലിൽ നമ്മളിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണ ഓരോ സെക്ഷൻസ് ആണ് കേട്ടോ. എല്ലാറ്റിൻ്റെ മുകളിലും ഓരോരോ ബേസ് പ്ലേറ്റുകൾ അതൊക്കെ 16mm തിക്നെസ് ഉള്ളതാണ്. അതൊക്കെ വെച്ച് അതെല്ലാം ബോൾട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ പിടിപ്പിച്ച് ഈ ഡ്രില്ല് ചെയ്ത് ഹോളാക്കിയിട്ടുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഈ പെയിൻ്റ് അടിക്കുന്ന വെർട്ടിക്കലിൻ്റെ മുകളിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒരു സ്ട്രോങ് ആക്കി നിർത്തണത്. എല്ലാ ഭാഗത്തും പ്രൈമർ അടിച്ചതിന് ശേഷം കേട്ടോ ഇത് കയറുന്നത്. പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എല്ലാം പ്രൈമർ അടിക്കും. എപ്പോക്സി പ്രൈമറാണ് നമ്മൾ അടിക്കുക. ഈ സ്ഥലം എന്ന് വെച്ചാൽ ഈ ക്രെയിനൊന്നും കൊണ്ടുവരാൻ പറ്റാത്തൊരു ഏരിയ ആയിരുന്നു നമ്മൾ ഈ ടാങ്ക് പണിയാൻ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാതും ഫ്രെയിമൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ പുള്ളിയൊക്കെ വെച്ച് വലിച്ച് കയറ്റായിരുന്നു. ഒക്കെ മാനുവലി തന്നെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ആദ്യത്തെ വെട്ടിക്കൽ വെക്കണതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ തന്നെ എല്ലാം ഇതുപോലെ അവർ വലിച്ച് കയറ്റാണ് ചെയ്തത്.
അങ്ങനെ ആദ്യത്തെ വെർട്ടിക്കൽ എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ആ ആങ്കർ ബോൾട്ടിൻ്റെ മുകളിൽ വെക്കാൻ പോകുന്നു കേട്ടോ. ഇത് കറക്റ്റ് നമ്മൾ തൂക്കിന് കെട്ടിയ മറ്റേ പുള്ളിയിൽ വലിച്ച് കയറ്റി ആ കറക്റ്റ് ആ ആങ്കർ ബോൾട്ടിൻ്റെ അതിൻ്റെ മുകളിൽ കറക്റ്റായി സെറ്റ് ചെയ്യും. കണ്ടോ, 8 ബോൾട്ടിൻ്റെ മുകളിൽ ആ കറക്റ്റ് ഹോള് നമ്മൾ ഇതിൻ്റെ മുകളിൽ അടിച്ചത് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് കയറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ആദ്യത്തെ വെട്ടിക്കൽ കഴിഞ്ഞു. ഇനി പണികളൊക്കെ സ്പീഡിൽ കഴിയട്ടോ. ഇനി മുഴുവനായിട്ട് അങ്ങനെ കാണിക്കില്ലല്ലോ. ഒരു വെട്ടിക്കൽ കഴിഞ്ഞു. ഇതേ ആദ്യത്തെ ഒരു 5 മീറ്റർ ലെവലിൽ വീണ്ടും ഒരു സെക്ഷൻ കൊടുത്തു. ഏറ്റവും മുകളിൽ വീണ്ടും ജോയിൻ ചെയ്ത് ഏറ്റവും ടോപ്പിലാണ് ടാങ്ക് വരിക. അപ്പോൾ ആ ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ 1 മീറ്റർ കാൻഡിലിവർ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 1 മീറ്ററിലൂടെ നമുക്ക് ഷീറ്റ് അടിച്ച് അത് കൂടെ ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ്. കാണുന്നതാണ് ടാങ്കിന്റെ ബോട്ടായിട്ട് വരിക. ഈ ഏരിയയിൽ നമ്മൾ മൊത്തം ഷീറ്റ് അടിച്ച് അതിൻ്റെ മുകളിൽ നിന്ന് 1.5 മീറ്റർ ഹൈറ്റിൽ ടാങ്ക് വരും. ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു 10,000 ലിറ്റർ കപ്പാസിറ്റി വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ആ മുകളിലിടാൻ വേണ്ടി ഷീറ്റുകൾ കയറ്റണം. എല്ലായിടത്തും നമ്മൾ 6 mm പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. 6 mm തിക്കുള്ള പ്ലേറ്റ്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മളിത് 6 mm ഷീറ്റ് കയറ്റിയിട്ട് അതിൻ്റെ ബേസ് അടിച്ച് അതിൻ്റെ മുകളിലേക്ക് ടാങ്ക് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ ഷീറ്റൊക്കെ പ്രൈമർ അടിച്ചു എല്ലാം റെഡിയാക്കി വെച്ച് ഇനി ഷീറ്റ് കയറ്റുന്ന ടാസ്ക്കാണ് നമ്മൾ നടക്കുന്നത്. എല്ലാതും ഈ ക്രെയിൻ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം ഇവർ മാനുവലി ചെയ്യാം. അപ്പോൾ അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനത്തെ ഷീറ്റ് വലിച്ചു കയറ്റാണ് കേട്ടോ. ഒരുപാട് ആ കയറിൻ്റെ അറ്റത്ത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. 6-7 ആൾ നിന്നിട്ടാണ് ഒരു ദിവസം നിന്നിട്ട് മൊത്തം ഷീറ്റ് വലിച്ചു കയറ്റിയത്. അത് മുകളിൽ 2 ആൾ പിടിച്ചിട്ടും ചെയ്യും. ഈ ഷീറ്റ് ഇത് നമ്മൾ കൊണ്ടുവന്നത് നേരെ ഇതിൻ്റെ മുകളിൽ പരത്തും ഈ മൊത്തം ഏരിയയിൽ. അങ്ങനെ ഷീറ്റുകളൊക്കെ കയറ്റിയതുണ്ട്. മൊത്തം ബേസായി. ഇതിൽ നമ്മൾ 1 മീറ്റർ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് ടാങ്കിൻ്റെ വെർട്ടിക്കൽ ഇത് കുത്തു വെച്ചതിനുണ്ട്. അത് വെർട്ടിക്കലായിട്ട് വരിക. അപ്പോൾ 1 മീറ്റർ നമുക്ക് ഇതിൻ്റെ ഈ ടാങ്കിൻ്റെ ചുറ്റും നടക്കാൻ പറ്റും. ഇപ്പോൾ 1.5 മീറ്റർ ഹൈറ്റിലാണ് ഇത് ഷീറ്റ് കണ്ടോ. ഈ ഷീറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ വീതിയുണ്ട്. അങ്ങനെ ഇത് 4 സൈഡും ഷീറ്റ് ചാരിട്ടാ. ഇതാണ് നമ്മുടെ ടാങ്ക്. ഇത് ഇത്രയേ ഉള്ളൂ. ഇത്ര അധികം ഉയർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ഇത് ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. പക്ഷെ ഇത് ചെയ്യണം, എന്തായാലും ഇങ്ങനെ ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ 14 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കാണ് അത് മുകളിലുള്ളത്. അതെ, ഇതാണ് അതിൻ്റെ ഉൾവശം. അങ്ങനെ ടാങ്ക് പണിത് നമ്മൾ അതിൻ്റെ ചുറ്റും ഒരു ഹാൻഡ് റെയിലും പണിതു കിട്ടും. ഇനി ആളുകൾ കയറുമ്പോൾ അതിനൊന്നും വീഴാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ്ങും തുടങ്ങി. ഇനി ഒരു കോട്ട് പെയിൻറ്റിങ് കൂടിയും കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് കഴിഞ്ഞു. അല്ലേ, നമ്മുടെ ടാങ്കിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, ഇപ്പോൾ അവിടെ ഒരു ടാങ്കായി. ഒരു 1.5 മാസത്തെ പണിയാണ് കേട്ടോ ഇത്. പണി ഇത്ര കൂടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രെയിനിൻ്റെ ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ
ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാം. ഇനിയും ഇതുപോലുള്ള സിവിൽ സംബന്ധമായിട്ടുള്ള വീഡിയോകളൊക്കെ ഈ ചാനലിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കാണുക. ഇനി ആർക്കെങ്കിലൊക്കെ എപ്പോഴേലും ഇത് എങ്ങനെ പണിയണമെന്ന് നോക്കാൻ താല്പര്യം ഉണ്ടെച്ച് കാണാൻ വെച്ചിട്ടാണ്. ഒരുപാട് വ്യൂസ് ഒന്നും ഈ വീഡിയോക്ക് ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ഇടണമല്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.